ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഉറി ജലവൈദ്യുത പദ്ധതിയും പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചെന്ന് സൈന്യം. നീക്കം സൈന്യം പരാജയപ്പെടുത്തുകയായിരുന്നു. CISFന്റെ പ്രസ്താവനയിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. PR അരവിന്ദാണ് വിവരങ്ങൾ നൽകാനുള്ളത്. അരവിന്ദ്, CISFന്റെ വളരെ ജാഗരൂകമായ പ്രവർത്തനമാണ് ഇത്തരമൊരു ആക്രമണം ഇല്ലാതാക്കിയത് എന്നാണ് ഈ പറഞ്ഞ വാർത്ത. എന്താണ് വിശദാംശങ്ങൾ? ഓപ്പറേഷൻ സിന്ദൂറിൽ പാക് അധീന കശ്മീരിൽ അടക്കമുള്ള ഭീകര ക്യാമ്പുകൾ ഇന്ത്യ തകർത്തതിന് പിന്നാലെ പാകിസ്ഥാൻ ഉറിയിലെ ജലവൈദ്യുത പദ്ധതി ലക്ഷ്യം വെച്ചു എന്ന നിർണായകമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ CISFന്റെ നിർണായകമായ ഇടപെടൽ ഈ പാകിസ്ഥാന്റെ നീക്കം തകർത്തുവെന്നും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം CISF നടത്തിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. നിരവധി ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഉറി ജലവൈദ്യുത പദ്ധതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് അയച്ചത്. പക്ഷേ കൃത്യമായി സൈന്യം ഇതിനെല്ലാം നിർവീര്യമാക്കുകയും സമീപ പ്രദേശങ്ങളിൽ അടക്കമുണ്ടായിരുന്ന ജനങ്ങളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിയെന്നും ഇപ്പോൾ ഈ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത സൈനിക അംഗങ്ങൾക്ക് ആദരിച്ചിരുന്നു. ഈ ചടങ്ങിൽ അടക്കമാണ് ഇപ്പോൾ CISF ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം നടന്നു എന്ന കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാൻ ജമ്മു കാശ്മീരിലും അതുപോലെ തന്നെ വിവിധ ഇടങ്ങളിലേക്ക് ഡ്രോണുകൾ അയച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റ് ആക്രമണങ്ങൾ നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെച്ചു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ CISFന്റെ ഈ പ്രസ്താവന.